Praise the Lord. സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥന എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആവർത്തിച്ച് പ്രാർത്ഥിച്ചതും ആവർത്തിച്ച് ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ, ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓ മേരി, ഐ ആം ടോട്ടലി യുവേഴ്സ്. പരിശുദ്ധമേ, ഞാൻ നിന്റേതാണ്. ഓ മറിയമേ, ഞാൻ നിന്റേതാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ദേഹത്തേക്ക് ഇതാ അദ്ദേഹത്തെ വധിക്കുന്നതിനായി വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വെടിയുണ്ടകൾ വീണപ്പോൾ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, ഞാൻ അതിനുശേഷം വീണത് പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്കാണ്. ഓ മേരി, ഐ ആം ടോട്ടലി യുവേഴ്സ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനുശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്താണ് ചെയ്തതെന്നറിയോ? അദ്ദേഹത്തെ ഓപ്പറേഷൻ ചെയ്തിരുന്ന ആ ഡോക്ടറോട് ആവശ്യപ്പെട്ടു, ദേ എന്റെ ദേഹത്ത് വന്ന് പതിച്ച വെടിയുണ്ടകൾ എനിക്ക് തിരിച്ചു തരണം. അതിനുശേഷം ഈ പരിശുദ്ധ പിതാവ് ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്ത് എന്ന് ഈ ഉണ്ടകൾ മുഴുവൻ സ്വർണ്ണപ്പണിക്കാരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സ്വർണം കൊണ്ടൊരു കിരീടം ഉണ്ടാക്കി തരണം. സ്വർണം കൊണ്ട് കിരീടമുണ്ടാക്കി ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആദ്യ സന്ദർശനം നടത്തിയത് മറ്റെവിടേക്കുമല്ല, ലൂർദിലേക്കാണ്. ലൂർദിൽ കടന്നിയെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചെയ്തത്, അവിടെ പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ടല്ലോ, ആ രൂപത്തിന് മുകളിൽ തന്റെ ദേഹത്തേക്ക് വന്ന് പതിച്ച ആ വെടിയുണ്ടകൾ അതുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കിരീടം ധരിപ്പിച്ചു. പരിശുദ്ധ പിതാവ് അവിടെ പ്രാർത്ഥിച്ചു, ഓ മേരി, ഐ ആം ടോട്ടലി യുവേഴ്സ്. പരിശുദ്ധമേ, ഞാൻ പൂർണ്ണമായി നിന്റേതാണ്. നമുക്കിവിടെ ഇരിക്കുമ്പോൾ ഇന്ന് കർമ്മല മാതാവിന് തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധമ്മയുടെ പ്രത്യേക സംരക്ഷണവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം, ഇതെന്റെ ഹൃദയത്തിന്റെ വികാരമായി മാറണം, ഇതെന്റെ ഹൃദയത്തിന്റെ വിചാരമായി മാറണം, ഇതെന്റെ സ്പന്ദനമായി മാറണം, ഇതെന്റെ സ്പർശനമായി മാറണം. ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും നിന്റേതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കി. പരിശുദ്ധമ്മ 13 വയസ്സ് പ്രായമായി കാണുള്ള സഭാ പണ്ഡിതന്മാര് പറയുകയാണ്, 13 വയസ്സായപ്പോൾ ഇവളുടെ ഭവനത്തിലേക്ക് ഗബ്രിയേൽ മാലാഖ കടന്നു ചെന്നു. അതിനുശേഷം മംഗളവാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധമ്മയുടെ ഹൃദയ വിചാരം എന്തായിരുന്നു? എന്നെ തന്നെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു പരിശുദ്ധമ്മ. പരിശുദ്ധമ്മ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താ? എന്നെ തന്നെ പൂർണ്ണമായി കണക്കാക്കാതെ എന്റെ തമ്പുരാനെ മനസ്സിലാക്കുമ്പോഴും എന്റെ തമ്പുരാനെ ഞാൻ കാര്യമായി പരിഗണിക്കുമ്പോഴും എന്റെ തമ്പുരാൻ എന്നെ നോക്കിക്കൊള്ളും. ഹല്ലേലൂയ ഹല്ലേലൂയ. നോക്കിയേ, നിന്നെ തന്നെ പൂർണ്ണമായി നീ പരിഗണിക്കാതെ നിന്റെ തമ്പുരാനെ നീ പൂർണ്ണമായി പരിഗണിക്കുമ്പോൾ നിന്റെ തമ്പുരാനുണ്ടല്ലോ നിന്നെ കാര്യമായി പരിഗണിക്കാം. പല വ്യക്തികളും ഒത്തിരിയേറെ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ഹൃദയത്തിലും വിചാരങ്ങളിലുമുള്ള വല്ലാത്ത പ്രതിസന്ധിയാണ്. എന്നെ തന്നെ കാര്യമായി പരിഗണിക്കാതെ എന്റെ തമ്പുരാനെ കാര്യമായി പരിഗണിക്കുമ്പോൾ നിന്റെ തമ്പുരാൻ നിന്നെ നോക്കിക്കൊള്ളും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴും എന്നെ കുറിച്ചുള്ള ബോധ്യവും എന്നെ കുറിച്ചുള്ള ചിന്തയുമാണ്. എന്നാൽ പരിശുദ്ധമ്മ കാണിച്ചു തന്നു, ഇതാ കർത്താവിന് ദാസി, നിന്റെ വചനം പോലെ എന്നിലും എന്റെ പ്രിയപുത്രനിലും സംഭവിക്കട്ടെ. എന്നെ തന്നെ കാര്യമായി പരിഗണിക്കാതെ എന്റെ തമ്പുരാനെ കാര്യമായി പരിഗണിച്ചപ്പോൾ ഈ പരിശുദ്ധമ്മയെ ദൈവം ഉയർത്തി. പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം ഈ പരിശുദ്ധമ്മയുടെ ജീവിതം മുഴുവൻ തന്നെ കാര്യമായി പരിഗണിക്കാതെ തന്റെ തമ്പുരാനെ കാര്യമായി പരിഗണിച്ചപ്പോൾ തമ്പുരാൻ ഉയർത്തിയ ഒരു ജീവിതത്തിന്റെ കഥയാണ് പരിശുദ്ധമ്മയുടെ ജീവിതം.
പുണ്യവതിയെ എലീശയെ കാണുവാൻ വേണ്ടി ഈ പരിശുദ്ധമ്മ കടന്നു ചെല്ലുമ്പോ പരിശുദ്ധമ്മയുടെ മനോവികാരം എന്താ? തന്നെ കാര്യമായി പരിഗണിക്കാതെ മറ്റുള്ളവരെ കാര്യമായി പരിഗണിച്ചു. അതുകൊണ്ട് തന്നെ പരിശുദ്ധമ്മ അവിടെ കടന്നു ചെന്നപ്പോൾ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കാനായിലെ വിവാഹ വിരുന്നിലും നാം കണ്ടുമുട്ടുന്നുണ്ട് പരിശുദ്ധമ്മയെ. കാനായിലെ പരിശുദ്ധമ്മയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നുവെങ്കിൽ നാം ഒന്ന് ചിന്തിച്ചേ. നമ്മളാണെങ്കിൽ 10 പേരോട് പറഞ്ഞു നടക്കും ഈ അത്ഭുതമൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം. എന്നാലും ആ വീട്ടുകാരൻ എന്തൊട്ട് പരിപാടി കാണിച്ചു കൂട്ടിയെ, നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ആവശ്യത്തിന് വീഞ്ഞില്ല. അവിടെ ഞാനുണ്ടായത് അവിടെ ഭാഗ്യം. നമ്മൾ സ്വാഭാവികമായിട്ടും 10 പേരോട് പറഞ്ഞു നടക്കില്ലേ? എന്നാൽ പരിശുദ്ധമ്മ എന്താ ചെയ്തത്? തന്നെ കാര്യമായി പരിഗണിക്കാതെ തന്റെ തമ്പുരാനെ കാര്യമായി പരിഗണിച്ചു. ഇതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലും ഏതൊക്കെ സമയങ്ങളിലും പരിശുദ്ധമ്മയെ നാം കണ്ടുമുട്ടുന്നുണ്ടോ, പരിശുദ്ധമ്മ നമുക്ക് തരികയാണ്. നീ നിന്നെ തന്നെ കാര്യമായി പരിഗണിക്കേണ്ട, നിന്റെ തമ്പുരാനെ നീ കാര്യമായി പരിഗണിക്ക്. തമ്പുരാൻ നിന്നെ ഉയർത്തിക്കൊള്ളും. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം നാം വായിക്കുന്നുണ്ട്. അബ്രാഹത്തോട് പറയുകയാണ്, നീ നിന്റെ പിതൃഭവനത്തെയും നിന്റെ ബന്ധുക്കളെയും നിന്റെ ദേശത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകുക. വീണ്ടും പറയുകയാണ്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, അബ്രാഹത്തിന് കൊടുത്തു. അബ്രാഹാം, നീ നിന്റെ ബന്ധുക്കളെ നീ കാര്യമായി പരിഗണിക്കേണ്ട, നിന്റെ കുടുംബത്തെ നീ കാര്യമായി പരിഗണിക്കേണ്ട, നിന്റെ ദേശത്തെ നീ കാര്യമായി പരിഗണിക്കേണ്ട, നിന്റെ സമ്പത്തുണ്ടല്ലോ, നിനക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാനമുണ്ടല്ലോ, ഇതിനെയൊന്നും നീ കാര്യമായി പരിഗണിക്കേണ്ട. നിന്റെ തമ്പുരാന്റെ വാക്ക് കേട്ടുകൊണ്ട് നീ മുന്നോട്ട് പോകുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കാം. പ്രിയപ്പെട്ടവരെ, ഇതിനുശേഷം അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയേ. ഈ അബ്രാഹം കടന്നു ചെന്നു. അബ്രാഹത്തെ ദൈവം തന്റെ ജീവിതത്തിൽ ഒന്നും കാര്യമായി പരിഗണിക്കാതെ തന്റെ തമ്പുരാനെ കാര്യമായി പരിഗണിച്ചപ്പോ തമ്പുരാൻ അബ്രാഹത്തെ വിശ്വാസിയുടെ പിതാവാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും. അബ്രാഹത്തിന്റെ സഹോദരൻ ലോത്തുമുണ്ട്. രണ്ടുപേരും അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, ദേ നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവേണ്ട ആവശ്യമില്ല, നമുക്ക് ഭൂമി വിഭജിക്കാം. ഇന്നത്തെ കാലത്തെ പോലെ 5 ഏക്കറും 10 ഏക്കറും തമ്മിൽ വിഭജിക്കലല്ല. അബ്രാഹം പറഞ്ഞു, നിനക്ക് വേണ്ട തെക്കാണെങ്കിൽ നീ തെക്കെടുത്തോ, ഞാൻ വടക്കോട്ട് പൊക്കോളാം. ഈ അബ്രാഹത്തിന് അങ്ങനെ പറയണമെങ്കിൽ അബ്രാഹം തന്നെ കാര്യമായി പരിഗണിക്കാതെ തന്റെ തമ്പുരാനെ കാര്യമായി പരിഗണിച്ചതുകൊണ്ടാ. അതിനുശേഷം ഈ ലോത്ത് വന്ന് ജ്യേഷ്ഠനായ അബ്രാഹത്തോട് പറയുന്നുണ്ട്, ജ്യേഷ്ഠ, എനിക്ക് യോർദാന്റെ സമുദ്ര പ്രദേശമുണ്ടല്ലോ, തെക്ക് ഭാഗം, അതിങ്ങോട്ട് താ. നമ്മളൊന്ന് നോക്കിയേ. പിന്നീട് ആ ഭാഗം വായിച്ചു നോക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 13-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും, അബ്രാഹമുണ്ടല്ലോ ദൈവത്തിന്റെ കരകളിൽ ഭൂമി സ്വീകരിച്ചു. ലോത്താകട്ടെ സ്വന്തം ബുദ്ധി കൊണ്ട് ഭൂമി സ്വീകരിച്ചു. അബ്രാഹം ഭൂമി സ്വീകരിച്ചു. അബ്രാഹം പറഞ്ഞു, നിനക്ക് വേണ്ട തെക്കാണെങ്കിൽ ഞാൻ വടക്കോട്ട് പൊക്കോളാം. അബ്രാഹം വടക്കോട്ട് നടന്നു. പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അബ്രാഹം എടുത്ത സ്ഥലമാണ് പിന്നീട് കാനാൻ ദേശമായി മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ലോത്ത് എടുത്ത ഭൂമിക്ക് എന്ത് സംഭവിച്ചു? യോർദാന്റെ സമുദ്ര പ്രദേശം ദൈവത്തിന്റെ പറുദീസ എന്നറിയപ്പെട്ടുന്ന ഏറ്റവും ഫലഭൂഷ്ടമായ ഭൂമിയായിരുന്നു ഈ ലോത്ത് എടുത്തത്. ലോത്ത് സ്വന്തം ബുദ്ധി കൊണ്ടെടുത്തു. പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ സ്ഥലമാണ് പിന്നീട് തീയും ഗന്ധവും ഇറക്കി സോദോം ഗൊമോറയാക്കി ദൈവം മാറ്റിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊക്കെ വ്യക്തികളാണോ തമ്പുരാന്റെ കരങ്ങളിൽ നിന്ന് ഭൂമി സ്വീകരിച്ച് അവരെയും അവരുടെ കുടുംബത്തെയും അവിടെ തമ്പുരാൻ അനുഗ്രഹിക്കുന്നു.
എന്നാൽ സ്വന്തം ബുദ്ധി കൊണ്ട് ഭൂമി സ്വീകരിച്ചു. അവനും അവന്റെ തലമുറകളും നശിച്ചു പോകുന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അബ്രാഹത്തിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? തന്നെ കാര്യമായി പരിഗണിക്കാതെ തന്റെ തമ്പുരാനെ കാര്യമായി പരിഗണിച്ചു. അതുകൊണ്ട് തന്നെയാ തമ്പുരാൻ അബ്രാഹത്തെ ഉയർത്തിയത്. ഇതുപോലെ തന്നെ അബ്രാഹവും സാറയും കൂടെ നടന്നു പോകുക. പണ്ട് ദൂതൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ദാ കുഞ്ഞുണ്ടാവാൻ പോകുക. പക്ഷേ സാറയുടെ മരുഭൂമി പോലെ കിടക്കുന്ന അവളുടെ ഉദരം, ഈ സാറ ഇടയ്ക്കൊക്കെ അബ്രാഹത്തെ ചൊറിയാൻ തുടങ്ങി. എവിടെ മാനത്തെ നക്ഷത്രം, എവിടെ മണ്ണാങ്കട്ട. പക്ഷേ ഈ അബ്രാഹം തന്നെ ദൈവത്തെ കാര്യമായി പരിഗണിച്ചതുകൊണ്ട് അബ്രാഹത്തിനറിയാം ദൈവം പറഞ്ഞിട്ടുള്ളത് ദൈവം തരും. എന്നാൽ ഈ സാറയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ അബ്രാഹം തന്റെ ദൈവത്തെ കാര്യമായി പരിഗണിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കുക. വീണ്ടും ഈ ദൈവം തന്നെയാണ് അബ്രാഹത്തോട് പറയുന്നത്, മോറിയ മലയിലേക്ക് പോകുക. നിന്റെ ജീവിതത്തിൽ നീ ഇത്രയും കാലം പ്രധാനപ്പെട്ടതായി കണ്ടത് നിന്റെ പുത്രൻ ഇസഹാക്കാണെങ്കിൽ ആ ഇസഹാക്കിനെ നീ കൊണ്ടുപോയി ബലിയർപ്പിക്കുക. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോ നമുക്കൊരു കഥ പോലെ അറിയാം. പക്ഷേ അബ്രാഹത്തിന്റെ ഹൃദയ വിചാരം അതല്ല. അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ളതിനേക്കാൾ ചൂട് അബ്രാഹത്തിന്റെ ഉള്ളിലാ. ഈ മോനും അപ്പനും കൂടി കയറി പോകുക. മോൻ തിരിഞ്ഞിന്ന് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പ വിറകെവിടെയാ? അപ്പനെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ളതിനേക്കാൾ ചൂട് ഉള്ളില. അവനോട് പറഞ്ഞു, മോനെ നിന്റെ തലയിലുണ്ടല്ലോ. വീണ്ടും ചോദിച്ച്, കത്തി എവിടെയാ? കത്തി എന്റെ കയ്യിലുണ്ട്. തീയോ എന്റെ കയ്യിലുണ്ട്. വീണ്ടും ഈ അപ്പനോട് കൊച്ചൻ ചോദിക്കുക, അപ്പ ആടെവിടെയാ? അപ്പ ആടെവിടെയാ? ഈ അബ്രാഹത്തിന്റെ സപ്തനാടികളൊക്കെ തളർന്നു പോകുന്ന സമയ. ആ സമയത്താണ് അബ്രാഹം തന്റെ പുത്രനോട് പറഞ്ഞത്, മോനെ ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം ശ്രവിക്കുമ്പോ അബ്രാഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നീ നിന്നെ തന്നെ കാര്യമായി പരിഗണിക്കരുത്. നിന്റെ തമ്പുരാനെ നീ കാര്യമായി പരിഗണിക്കുക. നിന്റെ തമ്പുരാനുണ്ടല്ലോ നിന്നെ ഉയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർമ്മല സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. കർമ്മല എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ മുന്തിരിത്തോട്ടം എന്നാണ്. ഞാൻ കർമ്മല മലയിൽ പോയി ഓർക്കുക. അവിടെ മനോഹരമായൊരു കുന്ന. ആ കുന്നിൽ ഏലിയ പ്രവാചകന് ദൈവം പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലമുണ്ടല്ലോ. ഏലിയ പറഞ്ഞ ആ സ്ഥലത്ത് പോയി അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഈ നിമിഷം ഞാൻ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ജ്വലിച്ച് പ്രാർത്ഥിച്ച നിമിഷങ്ങൾ, ആ കർമ്മല മലയിൽ നിന്ന് അനുഗ്രഹത്തിന്റെ പൂമഴകൾ ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് വർഷിക്കുക തന്നെ ചെയ്യും. ഈ ജെറുസലേമിൽ പരിശുദ്ധാമ്മയുടെ സവിധിയെ നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ പരിശുദ്ധാമ്മയുടെ അടുത്ത് വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച അനേകായിരം മക്കളാണ് ഇന്ന് അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർമ്മല മാതാവ് കർമ്മല മലയിൽ നിന്ന് കർമ്മലയായ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന സുദിനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ കാര്യമായി പരിഗണിക്കാതെ തമ്പുരാന്റെ ജീവിതത്തെ നീ കാര്യമായി പരിഗണിക്കുമ്പോൾ നിന്റെ തമ്പുരാൻ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത്രയും കാലം നീ നിനക്ക് വേണ്ടിയായിരുന്നു ജീവിച്ചുവെങ്കിൽ നീ നിന്റെ തമ്പുരാന് വേണ്ടി ജീവിക്കാൻ തയ്യാറാവണം. തമ്പുരാനുണ്ടല്ലോ നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കൊണ്ട് നിറയ്ക്കാം. നിന്റെ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. അബ്രാഹത്തെ അനുഗ്രഹമാക്കിയ തമ്പുരാൻ ഇന്ന് നിന്റെ ജീവിതത്തെയും അനുഗ്രഹമാക്കി മാറ്റാൻ പോവുകയാണ്. ഓ മേരി, ഐ ആം ടോട്ടലി യുവേഴ്സ്. പരിശുദ്ധമേ, ഞാൻ നിന്റേതാ. പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട്, നിന്നെ തന്നെ കാര്യമായി പരിഗണിക്കാതെ നീ തമ്പുരാനെ കാര്യമായി പരിഗണിച്ചുകൊണ്ട് ഇരു കരങ്ങളും തുറന്നു പിടിച്ചുകൊണ്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ തമ്പുരാനെ നീ കാര്യമായി പരിഗണിക്കുക. നിന്റെ തമ്പുരാൻ നിന്നെ ഉയർത്തിക്കൊള്ളും. ഈ ഒരു കരം ഉയർത്തിക്കൊണ്ട് വിളിച്ചുണരട്ടെ. യേശുവേ.